ദേശീയപാത 183 വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും വൻ അപകട ഭീഷണി സൃഷ്ടിച്ച പാതയോരത്തെ കാറ്റാടി മരം. കുട്ടിക്കാനം അയ്യച്ചാടി കോളേജിന് സമീപമാണ് ഉണങ്ങി ദ്രവിച്ച വലിയ മരം ഏതു നിമിഷവും റോഡിലേക്ക് നിലംപൊത്താവുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. മരത്തിന്റെ ചുവടുഭാഗം പൂർണ്ണമായും ദ്രവിക്കുകയും അടിയിലെ മണ്ണ് ഒലിച്ചുപോയി ഇളകിയ നിലയിലുമാണ്. ശക്തമായ ഒരു കാറ്റോ മഴയോ ഉണ്ടായാൽ മരം നേരെ റോഡിലേക്ക് പതിക്കും. ദേശീയപാതയായതിനാൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതിലെ കടന്നു പോകുന്നത്. പലപ്പോഴും ഡ്രൈവർമാരും മറ്റ് യാത്രക്കാരും വാഹനങ്ങൾ നിർത്തി വിശ്രമിക്കുന്നതും ഈ മരത്തിന്റെ ചുവട്ടിലാണ്. കനത്ത മൂടൽമഞ്ഞ് പതിവായുള്ള മേഖലയാണിത്. മഞ്ഞ് മൂടുന്ന സമയങ്ങളിൽ റോഡരികിലെ ഈ അപകടാവസ്ഥ ദൂരത്തു നിന്ന് വരുന്ന വാഹനയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയില്ല. വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുന്നതിന് മുൻപ് ദേശീയപാത അധികൃതർ ഇടപെട്ട് ഈ അപകടാവസ്ഥ പരിഹരിക്കണമെന്നും മരം അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്നുമാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ശക്തമായ ആവശ്യം. ദേശീയപാത കുട്ടിക്കാനം അയ്യച്ചാടി കോളേജിന് താഴ്വശത്തായിട്ട് നിൽക്കുന്ന മൂന്നാലഞ്ച് ഉണങ്ങിയ മരം റോഡിലേക്ക് മറിഞ്ഞു വീണാൽ ആൾക്കാരുടെ ജീവനും വാഹനത്തിന് നഷ്ടം വരും. മറുഭാഗത്തേക്ക് വീണാൽ ഇലക്ട്രിസിറ്റി ബോർഡിന് ലക്ഷങ്ങളുടെ നഷ്ടങ്ങളുണ്ടാകും. ഇത് വെട്ടിമാറ്റാനോ ഇത് കാലാകാലങ്ങളായി നിന്ന് ഉണങ്ങി ദ്രവിച്ചു നിൽക്കുന്ന മരങ്ങളാണ്. ഇത് വെട്ടിമാറ്റാൻ ആരും ഇതുവരെ മുൻകൈ എടുക്കുന്നുമില്ല. NHO മറ്റുള്ള അധികാരികളാരും ഇത് വെട്ടിമാറ്റാനുള്ള ആൾക്കാരുടെ ജീവൻ അപകടത്തിലായാൽ തീർച്ചയായിട്ടും ഇവർ തന്നെയായിരിക്കും ഇതിന് ഉത്തരവാദി. NH ആയിരിക്കും, NHന്റെ അധികാരികളായിരിക്കും ഇതിൻ്റെ ഉത്തരവാദി. വാഹനത്തിനോ മനുഷ്യജീവനോ സംഭവിച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ചെമ്മണ്ണിലുണ്ടായ അപകടം ഇങ്ങനെ ഉണ്ടായതാണ്. ഒരു മനുഷ്യജീവൻ എടുത്തതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് വെട്ടിമാറ്റാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് അവർ അധികൃതരോട് ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, പീരുമേട്.